പൊതുവേ ഉള്ള ഒരു സംശയമാണല്ലേ, നമ്മുടെ പല്ലെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന്. അപ്പൊ പല ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരാറുണ്ട്, എന്നാലും നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ കോമൺ ആയിട്ട് എന്തൊക്കെയാണ് പല്ലെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല്ലിന്റെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്നൊക്കെ നോക്കാം. നമ്മൾ പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമായിരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൽ പെടുന്ന ഒന്നാണ് സൂപ്പ്. സൂപ്പുകൾ പൊതുവെ ഒരുപാട് പോഷകങ്ങളും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് സൂപ്പുകൾ, പ്രത്യേകിച്ച് വെജിറ്റബിൾ സൂപ്പുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെജിറ്റബിൾ സൂപ്പുകൾ കഴിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സ്പൈസസ്, ഒരുപാട് എരിവ് യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സൂപ്പുകളിൽ ഒരുപാട് എരിവുകൾ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പെപ്പറൊക്കെ ഇതിനകത്ത് അധികം യൂസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ പല്ലിൽ നീറ്റിലുണ്ടാകാനും അല്ലെങ്കിൽ വേദന ഉണ്ടാകാനുമുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാം വളരെ മൈൽഡാക്കി, വളരെ സോഫ്റ്റ് ആക്കിയ രീതിയിൽ സൂപ്പുകൾ തയ്യാറാക്കി കുടിക്കാം, അതും ചെറു ചൂടോടുകൂടി. ഇനി നമുക്ക് ചില സമയത്തൊക്കെ പല്ലുകൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ചിലപ്പോൾ വേദന നിൽക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമ്മൾ വേണ്ടത്ര വൈറ്റമിൻസും അല്ലെങ്കിൽ വേണ്ടത്ര പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ. അതായത് നമുക്ക് പ്രോട്ടീൻസും നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് പ്യൂരി ആയിട്ടോ അല്ലെങ്കിൽ ഉടച്ചെടുത്തോ കഴിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ പൊട്ടറ്റോ ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ആണെന്നുണ്ടെങ്കിൽ അത് ഉടച്ച് നല്ല പ്യൂരി ആയിട്ട് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ കഴിക്കാം. അതുപോലെ മറ്റ് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് പ്യൂരി രൂപത്തിൽ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരുപാട് ഹാർഡായിട്ടുള്ളവയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യത്തിന് ശരീരത്തിന് കിട്ടുകയും ചെയ്യും, നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു എന്നുമായി. ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്മൂതീസ്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മുന്നേ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ ചിക്കനൊക്കെ കൂടെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നത്. മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂതീസ് കഴിക്കാം. അതായത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ ഓട്സ് ഒക്കെ പൗഡർ രൂപത്തിലാക്കിയതിന് ശേഷമോ ഒക്കെ നമുക്ക് സ്മൂതീസ് തയ്യാറാക്കിയിട്ട് അത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് യോഗേർട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ ഫ്രൂട്ട് സ്മൂത്തീസും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഞാൻ ആദ്യം സൂപ്പിന്റെ കാര്യം പറഞ്ഞു. സൂപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞി. കഞ്ഞി കുടിക്കുന്നതും, വളരെ നന്നായിട്ട് വേവിച്ച് കഞ്ഞി കുടിക്കുന്നതും ഈ ഒരു പല്ല് പറിച്ച സമയത്ത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലും ഹാർഡല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഒരുപാട് ചവക്കേണ്ടി വരുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ട് കടിച്ചു പറിക്കേണ്ടി വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കടിച്ച് ചവച്ച് കഴിക്കേണ്ടവയാണ്. അതൊന്നും ആ ഒരു 2 ആഴ്ച സമയത്തേക്ക്, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വേദന മാറി നിങ്ങളൊരു കംഫർട്ടിലാവുന്നത് വരെ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് 24 അവേഴ്സിലേക്കെങ്കിലും, നമ്മൾ പല്ലെടുത്ത് 24 അവേഴ്സിലേക്ക് ആൽക്കഹോളെങ്കിലും കുടിക്കാതിരിക്കുക. കാരണം അത് നമുക്ക് പല്ലിന് പലതരത്തിലുള്ള ആ വേദന കൂട്ടാനോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് ആവാനോ ഉള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല്ല് പറിച്ച സമയത്ത് അത് ഒരു 24 മണിക്കൂറിലേക്കെങ്കിലും ഒഴിവാക്കി നിർത്തുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ചിപ്സ് കഴിക്കുന്ന ആളുകളായിരിക്കും അല്ലെ, ചിപ്സ് ഒക്കെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത്. വളരെ ഹാർഡായിട്ടുള്ളതാണ്. ചിപ്സിൽ പോപ്കോൺ ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ കാണും, അതൊക്കെ ഒഴിവാക്കുക. പറോട്ട പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും ഒഴിവാക്കാവുന്നതാണ്. സോ ശരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങി പോകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഒരുപാട് ചവച്ചരച്ച് അല്ലെങ്കിൽ കടിച്ച് കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ലിക്വിഡ് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പല്ല് പറിച്ചതിന് ശേഷം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.